എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ വറുത്തരക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഒരേ കൺസിസ്റ്റൻസിയിൽ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അല്ലാതെയും ചെയ്യാം. 3/4 കിലോ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തന്നെ മതിയാവും. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് തീ കുറച്ചിട്ട് ഒരുപാട് സമയം എടുക്കും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഒരു ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങ റോസ്റ്റ് ആവും തോറും തേങ്ങയുടെ കളർ മാറി വരും. അതുപോലെ നന്നായി ചൂടായും വരും. അത്യാവശ്യം ഒന്ന് നന്നായി റോസ്റ്റായി വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. ഒരു 5 കശ്മീരി വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇത് എടുക്കാവുന്നതാണ്. ഇതൊരു പാകത്തിനുള്ള അളവായിരിക്കും. എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയല്ല, മല്ലിയായിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർക്കേണ്ടത്. ഒരുപാട് മല്ലിയുടെ ടേസ്റ്റ് വരുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 2-3 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങ നല്ലതുപോലെ ഡ്രൈ ആയി കളറൊക്കെ ഒന്ന് മാറി വന്നാൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ചേർത്ത് കൊടുത്താൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വയ്ക്കാം. ചിക്കൻ കറി തയ്യാറാക്കുന്ന പാത്രത്തിൽ നന്നായി ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പു, ഒരു 2 വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ
ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല ഇല്ലാത്തവർ ഗരം മസാല ചേർത്താലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല ചേർത്താലും മതിയാവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ പൊടികൾ വഴറ്റിയെടുക്കാം. മസാല നല്ലതുപോലെ വഴണ്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് കുറച്ചധികം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി മുറിച്ച് എടുത്തിട്ടുള്ള ചിക്കനാണ്. നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. തേങ്ങ വറുത്തരച്ചത് കൊണ്ട് തന്നെ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് ആ അരപ്പിൻ്റെ കുത്തെല്ലാം ഒന്ന് മാറിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അതുപോലെ കളറും നല്ല വ്യത്യാസം വരും. 20 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടിയിലൊന്നും പിടിക്കില്ല, കാരണം അത്യാവശ്യം നല്ലതുപോലെ വെള്ളം വെച്ചിട്ട് വേണം ചിക്കൻ വേവിക്കാൻ. എന്നാൽ മാത്രമാണ് ആ അരപ്പൊക്കെ നന്നായി തിളച്ച് ചിക്കനിൽ നന്നായി അത് പിടിക്കത്തുള്ളൂ. അതുപോലെ ഈ ഒരു അരപ്പ് കുറച്ചൊന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാടങ്ങ് അരപ്പ് വറ്റിച്ചെടുക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് അളവിലാണോ ചാറ് വേണ്ടത് അതിലെടുക്കാം. ഒരുപാടങ്ങ് ലൂസായിട്ട് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലൂസ് കുറച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ചൊന്ന് ഇരിക്കും തോറും ഒന്ന് വറ്റുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിൻ്റെ കൂടെയൊക്കെയും നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.